കണ്ണൂരിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നത് ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. 4-വേ ടാങ്കിന് 500 മീറ്ററോളം മാറി ഗർത്തമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉൽപാദനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. എങ്ങനെയാണ് അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണോ? അധികൃതർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയോ? ആ ഉൽപാദനം പൂർണ്ണമായി തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത്. ഈ കനാലിൽ തന്നെ ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത്. അവിടെ ചില ആശങ്കകൾ കൂടിയുണ്ട്. അതിന് താഴെ 2 കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചില അപാകതകൾ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നതാണ്. ആ ഭാഗത്ത് പൂർണ്ണമായും നിർമ്മാണം ഈ കനാലിന്റെ നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലല്ല നടന്നതെന്ന ചില ആക്ഷേപങ്ങളൊക്കെ നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇതിൽ ഇപ്പോൾ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ തന്നെ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നിലവിൽ എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികൃതർ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് ഈ ഗർത്തം എങ്ങനെ അത് മൂടാൻ കഴിയും, അല്ലെങ്കിൽ അത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന പരിശോധനകളാണ് നിലവിൽ നടന്നു വരുന്നത്. ശരി, കണ്ണൂർ ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. 4-വേ ടാങ്കിന് 500 മീറ്ററോളം മാറി ഗർത്തമുണ്ടായിരിക്കുന്നു. ഉൽപാദനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന വിവരമാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.